ശബരിമലയിൽ ചെണ്ട കൊട്ടാൻ പോയതിന്റെ രണ്ടാമത്തെ ദിവസത്തെ വ്ലോഗാണിന്ന്. ചെറിയ പനിയെല്ലാം പിടിച്ച് സൈഡായിട്ടുണ്ട്. ഇനിയൊന്നും വരാം ബാക്കി. തലേ ദിവസത്തെ കൊട്ടലിന് ശേഷം ഇടത് കൈ പൊക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. രാവിലെ എണീച്ച് ഒരു കുളിയും കഴിഞ്ഞ് ചായയും കുടിച്ച് നേരെ വന്നത് സന്നിധാനം ഹോസ്പിറ്റലിൽ. വേദനയാ പറഞ്ഞപ്പോ ഡോക്ടറെ ചോദിച്ചു ഇഞ്ചക്ഷൻ വേണോ ഗുളിക വേണോ. ഇഞ്ചക്ഷൻ മതി എന്ന് ഞാൻ ഡോക്ടർ എന്തെല്ലോ എഴുതി തന്നിട്ടുണ്ട്. ഇതും കൊണ്ട് ICUയിലേക്ക് പോകാനാ പറഞ്ഞു. ഇഞ്ചക്ഷനും വെച്ച് 2 ഗുളികയും മേടിച്ച് ഇനി നേരെ തിരിച്ച് റൂമിലേക്ക്. നമ്മുടെ റൂമിലേക്ക് പോകുന്ന വഴിക്കാണ് ഇവരെ കാണുന്നത്. ഇതൊക്കെ TV-യിൽ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഇവരെന്തൊക്കെയാ ചെയ്യുമോ നോക്കി കുറച്ചേരം അവിടെ നിന്ന് നമ്മൾ തിരിച്ച് റൂമിലെത്തി. ഇവിടെ കുളിക്കാനുള്ള അടിയാണ്. ഒറ്റൊരു ബാത്റൂം ഉണ്ട്, 21 ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഈ സൂചി വെച്ച ക്ഷീണം കൊണ്ടാന്ന് തോന്നുന്നു നല്ലൊരു ഉറക്കം കുറയും. 1 മണിക്ക് മറ്റേ കിടന്ന ഞാൻ എണീച്ചത് 4 മണിക്ക്. എണീറ്റ് ഒരു കുളിയും കഴിഞ്ഞ് വൈകുന്നേരം ഒരു ഗുളിക കഴിക്കാൻ കുറച്ച് വെള്ളം കിട്ടുമോ നോക്കണം. അതിനുവേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇയാളെ പെട്ടെന്ന് കണ്ടപ്പോൾ നമ്മൾ അമ്മൂസിനെ പോലെ തോന്നി. വെള്ളം കിട്ടി ഗുളികയും കഴിച്ച് ഇനി തിരിച്ച് റൂമിൽ വൈകുന്നേരം കൊട്ടാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മളെ ചെണ്ടക്കോലിന്റെ അവസ്ഥ ഇതാണ്. നമ്മൾ 6 ചെണ്ടക്കോലി ഒറ്റ ദിവസം കൊണ്ട് പൊട്ടിയിട്ടുണ്ട്. നമ്മളെ കൈയിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഇതാണ് നമ്മളെ കയ്യിൽ ചുറ്റിയ സാധനം, മാസ്ക്. നമ്മുടെ ചെണ്ടയൊക്കെ എടുത്ത് കൊട്ടാൻ പോകാനും ഇറങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ചെണ്ടയിലെടുത്ത് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് വരെ നമ്മളെ മനസ്സിൽ ഈ കൈയെല്ലാം വെച്ച് എങ്ങനെ കൊട്ടുന്നുള്ള ചിന്ത. കൊട്ടാൻ പോകാൻ റെഡിയായി ഇറങ്ങിയപ്പോൾ എല്ലാം ഓക്കെ. സന്നിധാനത്ത് ഇന്ന് നമ്മളെ ലാസ്റ്റ് പരിപാടിയാണ്. ഇതിനെക്കുറിച്ച് അറിയുന്നവർ ഒന്ന് കമന്റ് ചെയ്യണം. ബാക്കി നമുക്ക് പരിപാടിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.